പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 27. പ്രധാന വാർത്തകൾ. ജീവകാരുണ്യ പ്രവർത്തകർക്ക് മാതൃകയാണ് WMO ജനറൽ സെക്രട്ടറി MA മുഹമ്മദ് ജമാൽ എന്ന് സലാല KMCC സംഘടിപ്പിച്ച അനുസ്മരണ യോഗം അഭിപ്രായപ്പെട്ടു. മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാളിൽ നടന്ന പരിപാടി ഡോക്ടർ K സനാതനൻ ഉദ്ഘാടനം ചെയ്തു. KMCC പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂർ അധ്യക്ഷത വഹിച്ചു. മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ 2023-24 സീസണിലെ എല്ലാ കച്ചേരികളും റദ്ദാക്കിയതായി റോയൽ ഓപ്പറ ഹൗസ് മസ്കത്ത് അറിയിച്ചു. ക്ലാസിക്കൽ പ്രോഗ്രാം ഉപയോഗിച്ചായിരിക്കും പുനരാരംഭിക്കുക. ഇതിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു ഭാഗം ഫലസ്തീനിലെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യമായി ഒമാനി അതോറിറ്റി ഫോർ ചാരിറ്റബിൾ വർക്കുകളുമായി ഏകോപിപ്പിച്ച് ഫലസ്തീന് സമർപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മയക്കുമരുന്നുമായി 5 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള മയക്കുമരുന്നുകളും ലഹരി പദാർത്ഥങ്ങളും പ്രതിരോധിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് ഏഷ്യൻ പൗരന്മാരായ പ്രതികളെ പിടികൂടുന്നത്. ഇവരിൽ നിന്ന് 35 കിലോഗ്രാമിലധികം ക്രിസ്റ്റൽ മയക്കുമരുന്ന് കണ്ടെടുത്തു. പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഒമാനി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വാങ്ങുന്നതിനും ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നതിനുമായി പ്രൗഡ്ലി ഫ്രം ഒമാൻ ക്യാമ്പയിനുമായി ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഉൽപ്പന്നങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ പ്രഥമ പരിഗണന സ്വദേശി ഉൽപ്പന്നങ്ങളാക്കുക എന്ന ലക്ഷ്യവുമായി വിവിധ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് രാജ്യത്തുള്ള എല്ലാ ലുലുവിന്റെ ശാഖകളിലും ക്യാമ്പയിൻ നടത്തുന്നത്. ബൗഷർ, അൽബന്ദർ, ദാർസെത്ത്, നിസ്വ, സലാല, ബർക്ക, സുവൈക്ക്, സുഹാർ തുടങ്ങിയ ഒമാനിലെ ലുലു ഔട്ട്ലെറ്റുകളിൽ ക്യാമ്പയിന് തുടക്കമായിട്ടുണ്ട്. ഖസബിൽ ഈ ആഴ്ച മുതൽ തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചു. ലുലു സുഹാറിലെ ക്യാമ്പയിൻ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഫൈസൽ അബ്ദുള്ള അൽ റവാസ് ഉദ്ഘാടനം ചെയ്തു. മറ്റു ലുലു ഔട്ട്ലെറ്റുകളിൽ വാലികളും അതത് ഗവർണറേറ്റുകളിലെ പ്രമുഖരും ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെതിരെ കർശന നടപടിയുമായി ഒമാൻ ടാക്സ് അതോറിറ്റി. നികുതി നിയമങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് DTS നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നികുതിദായകരുടെ അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള അതോറിറ്റിയുടെ സംരംഭത്തിന്റെ ഭാഗമായിരുന്നു പരിശോധനയും മറ്റും നടത്തിയത്. നിശ്ചിത മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും വ്യവസ്ഥകളും കർശനമായി പാലിക്കണമെന്ന് ഒമാൻ ടാക്സ് അതോറിറ്റി എല്ലാ കമ്പനികളോടും ആവശ്യപ്പെട്ടു. എല്ലാ പുകയില ഉൽപ്പന്നങ്ങളിലും സിഗരറ്റുകളിലും നികുതി സ്റ്റാമ്പുകൾ ഒട്ടിക്കണം എന്നും ഇറക്കുമതിക്കാരോടും വ്യാപാരികളോടും അഭ്യർത്ഥിച്ചു. ആഹ്ലാദത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ഒമാനിലെ പ്രവാസി സമൂഹം ക്രിസ്മസ് ആഘോഷിച്ചു. ഫലസ്തീൻ യുദ്ധ പശ്ചാത്തലത്തിൽ ഈ വർഷം പൊലിമ കുറച്ചായിരുന്നു ആഘോഷങ്ങൾ നടന്നിരുന്നത്. മസ്കത്ത്, സലാല, സുഹാർ തുടങ്ങിയ വിവിധയിടങ്ങളിലെ ദേവാലയങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള നൂറുകണക്കിന് വിശ്വാസികളാണ് പ്രത്യേക പ്രാർത്ഥനയ്ക്കും കുർബാനയ്ക്കുമായി എത്തിയത്. ഒമാനിലെ എല്ലാ ദേവാലയങ്ങളിലും ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി പ്രത്യേക ജനന ശുശ്രൂഷകൾ നടന്നു. മസ്കത്തടക്കമുള്ള വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും അനുബന്ധ പ്രാർത്ഥനകളും സംഘടിപ്പിച്ചു. വിവിധ ഭാഷകളിലുള്ള പാതിരാ കുർബാനയും അനുബന്ധ ചടങ്ങുകളും ഉണ്ടായിരുന്നു. റൂവി സെന്റ് പീറ്റർ ആൻഡ് പോൾ കാത്തലിക് ചർച്ചിൽ ഇംഗ്ലീഷിലുള്ള കുർബാനയും മറ്റു ചടങ്ങുകൾക്കും ഫാദർ സ്റ്റീഫൻ നേതൃത്വം നൽകി. തുടർന്ന് മലയാളികൾക്കു വേണ്ടി പ്രത്യേകം പാതിരാ കുർബാന 12:30 ആരംഭിച്ചു. ദാഖിലിയ ഗവർണറേറ്റിലെ അൽഹംറ വിലായത്തിലെ ഇന്റേണൽ റോഡുകളുടെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പാക്കേജിന്റെ 70% പൂർത്തിയായി. 5.5 ദശലക്ഷം റിയാൽ ചെലവിലുള്ള രണ്ടാം ഘട്ട പാക്കേജിന്റെ പ്രവൃത്തികൾ 30% എത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. 2 പ്രവൃത്തികളും നിശ്ചയിച്ച പ്രകാരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അൽഹംറ മുനിസിപ്പാലിറ്റി വകുപ്പ് ഡയറക്ടർ വാലിദ് ബിൻ മുഹമ്മദ് അൽ ഷംലി പറഞ്ഞു. ആദ്യ പാക്കേജിൽ റോഡ് പ്രവൃത്തികളുടെ ആകെ നീളം 9 കിലോമീറ്ററിലധികമാണുള്ളത്. അനധികൃത തൊഴിലാളികളെ കണ്ടെത്തുന്നതിനായി തൊഴിൽ മന്ത്രാലയ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും പരിശോധന നടത്തുകയെന്ന് ദോഫാർ ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ ഡയറക്ടർ ജനറൽ നാസർ ബിൻ സലേം അൽ ഹദ്രമി അറിയിച്ചു. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് പരിശോധനാ നടപടിക്രമങ്ങളെ സഹായിക്കുക മാത്രമാണ് ചെയ്യുക. മന്ത്രാലയ ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാർക്കും പരിശോധന നടത്താൻ കഴിയില്ല. നിയമവിരുദ്ധ തൊഴിലാളികളുടെ തൊഴിൽ വിപണിയിൽ നിന്ന് ഒഴിവാക്കാനും തൊഴിൽ വിപണിയെ നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടാണിതെന്നും അദ്ദേഹം പറഞ്ഞു.
പറഞ്ഞു. പൊതുജീവനക്കാരുടെ നിർവചനത്തിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് വരാത്തതിനാൽ തൊഴിൽ പരിശോധന നടത്താനും നിയമവിരുദ്ധ തൊഴിലാളികളെ കോടതിയിൽ കൊണ്ടുവരാനും SCEA അനുവദിക്കുന്നതിനുള്ള മുൻ തീരുമാനം അസാധുവാവുകയും ചെയ്യും. തൊഴിലാളികളുടെയും ജോലിസ്ഥലങ്ങളുടെയും പരിശോധന ജനുവരി 1 മുതൽ തൊഴിൽ മന്ത്രാലയ ജീവനക്കാരുടെ ഉത്തരവാദിത്തത്തിൽ തുടരുമെന്നും നാസർ ബിൻ സലേം അൽ ഹദ്രമി പ്രാദേശിക മാധ്യമത്തോട് പറഞ്ഞു. തൊഴിൽ നിയമലംഘകരെയും നിയമം വിധേയമല്ലാത്ത വ്യാപാരം നടത്തുന്നവരെയും കണ്ടെത്താൻ തൊഴിൽ മന്ത്രാലയം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി കോർപ്പറേഷനുമായി ധാരണയിലെത്തിയിരുന്നു. ഇതിനാൽ തൊഴിൽ മന്ത്രി മഹദ് ബിൻ സഈദ് SKSSFന്റെ 35-ാം വാർഷികത്തിന്റെ പ്രചരണാർത്ഥം ഒമാനിലെത്തിയ സംസ്ഥാന ട്രഷറർ ഫക്രുദ്ദീൻ തങ്ങൾക്ക് റൂവി ഏരിയ കമ്മിറ്റി സ്വീകരണം നൽകി. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന ഖത്തമുൽ ഖുർആൻ ദുആ മജ്ലിസ് പുനരാരംഭിച്ചു. ചടങ്ങിൽ ജമാൽ അനുസ്മരണവും പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. ഫക്രുദ്ദീൻ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വർക്കിംഗ് പ്രസിഡന്റ് ഖമറുസ്സമാൻ അധ്യക്ഷത വഹിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ വിവിധ ഇലക്ട്രിക്കൽ കോംപ്ലക്സുകളിൽ മോഷണം നടത്തിയ സംഭവത്തിൽ 3 പേരെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസർച്ച് അറസ്റ്റ് ചെയ്തു. 18 വൈദ്യുതി കേബിളുകളായിരുന്നു ഇവർ മോഷ്ടിച്ചിരുന്നത്. നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരുന്ന അൽ അമീറാത്ത് ബൗഷർ റോഡ് ഇന്ന് യാത്രക്കാർക്ക് തുറന്നുകൊടുക്കും. ബുധനാഴ്ച കാലത്ത് 5 മണി മുതലാണ് റോഡ് പൂർണ്ണമായി തുറന്നുകൊടുക്കുന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം മാസങ്ങളായി റോഡ് അടച്ചിടുകയായിരുന്നു. മഴ അടക്കമുള്ള കാരണങ്ങളാൽ റോഡിൽ അപകടം പതിയിരിക്കാൻ തുടങ്ങിയതോടെയാണ് അമീറാത്ത് ബൗഷർ റോഡ് അറ്റകുറ്റപ്പണിക്കായി മസ്കത്ത് മുനിസിപ്പാലിറ്റി അടച്ചിട്ടത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിഭാഗം വനിതാവേദിയുടെ നേതൃത്വത്തിൽ മാനസിക സമ്മർദ്ദം എങ്ങനെ ലഘൂകരിക്കാമെന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കൺവീനർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗുബ്രയിലെ അൽ ഹയാത്ത് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റും വിമൻ IAMA എക്സിക്യൂട്ടീവ് അംഗവുമായ ഡോക്ടർ ഷിഫാന സംസാരിച്ചു. സെമിനാറിനോടനുബന്ധിച്ച് നടന്ന കേക്ക് മേളയിലും മത്സരത്തിലും 15 പേർ പങ്കെടുത്തു. മദീനത്ത് അൽ ഫക്കാമ എവർ റോളിംഗ് ട്രോഫിക്കു വേണ്ടിയുള്ള അന്തർദേശീയ ഫുട്ബോൾ ലീഗ് മത്സരം 2023 സമാപിച്ചു. ടൂർണമെന്റിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മുഖ്യാതിഥിയും ഷൂറ കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് നജീബ് അൽ സദ്ജാലി നിർവഹിച്ചു. വാദി കബീർ മസ്കത്ത് ക്ലബ്ബ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഒമാൻ, ഇന്ത്യ, സുഡാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങി വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് അണ്ടർ-15, അണ്ടർ-13, അണ്ടർ-10, വെറ്ററൻസ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു കളി. അണ്ടർ-15, അണ്ടർ-13 കാറ്റഗറികളിൽ മസ്കത്ത് ക്ലബ്ബ് ജേതാക്കളും സോക്കർ വേൾഡ് അക്കാദമി സലാല റണ്ണറപ്പുമായി. അണ്ടർ-10 കാറ്റഗറിയിൽ പ്രോസോൺ ചാമ്പ്യന്മാരായി. ഇന്ത്യൻ സ്കൂൾ വാദി കബീറാണ് റണ്ണറപ്പ്. വെറ്ററൻസ് കാറ്റഗറി മത്സരങ്ങളിൽ കണ്ണൂർ ബ്രോസ് വിജയികളായി. ഗോവ യുണൈറ്റഡിനാണ് 2ാം സ്ഥാനം. എല്ലാ വിഭാഗങ്ങളിലും മികച്ച ഗോൾ കീപ്പർ, ഡിഫൻഡർ, ടോപ്പ് സ്കോറർ എന്നിവർക്ക് ട്രോഫികളും നൽകി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.